നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നേഴ്സുമാരായ മലയാളി ദമ്പതികൾ മരിച്ചത് കുടുംബ പ്രശ്നം മൂലമെന്ന പ്രാഥമിക റിപ്പോർട്ട്. കുവൈറ്റിലെ അംബാസിയയിലായിരുന്നു ഇവരുടെ താമസം. കണ്ണൂർ സ്വദേശിയാണ് സൂരജ്, ഭാര്യയായ ബിൻസി പെരുമ്പാവൂർ സ്വദേശിയും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുവരും നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. ആദ്യം ഇരുവരും അന്യോന്യം കുത്തിമരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. എന്നാൽ ബിൻസിയെ കൊന്ന ശേഷമാണ് സൂരജ് ആത്മഹത്യ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബിൻസി മരിച്ചതായി സൂരജ് ചില സുഹൃത്തുക്കളെ വിളിച്ച് ഫോണിൽ അറിയിച്ചതായാണ് സൂചന. കുടുംബ പ്രശ്നങ്ങൾ തന്നെയെന്നാണ് നിലവിലും കണ്ടെത്തിയിരിക്കുന്നത്. ആശുപത്രിയിലെ ഇവരുടെ ഷിഫ്റ്റിനു ശേഷം രാത്രി ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതായാണ് വിവരം. അതിനെ തുടർന്നാണ് സൂരജ് ബിൻസിയെ കുത്തുന്നത്. സംഭവത്തിന് ശേഷം സൂരജ് ചില കൂട്ടുകാരെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. തന്റെ ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നു എന്നാണ് സൂരജ് അവരോട് പറഞ്ഞത്. അതിനുശേഷം അയാൾ തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോയും മാറ്റിയിരുന്നു. കൂടാതെ ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളും നീക്കം ചെയ്തിരുന്നു. സംഭവ ദിവസം സൂരജിന്റെ അമ്മയും ഫോൺ ചെയ്തിരുന്നു. അന്ന് ബിൻസിയോട് സംസാരിക്കണമെന്നും അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ ബിൻസി പുറത്താണെന്നാണ് സൂരജ് വെളിപ്പെടുത്തിയത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലുമാണ് കുത്തേറ്റത്. ഓസ്ട്രേലിയയിലേക്ക് മാറി താമസിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇവർ കുട്ടികളെ കൂടെ കൂട്ടാതിരുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് അംബാസിയയിലെ താമസ സ്ഥലത്ത് ഇരുവരെയും കുത്തേറ്റ നിലയിൽ കണ്ടെത്തുന്നത്. 12 വർഷത്തോളമായി ഇവർ കുവൈറ്റിൽ താമസിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് മാറാനും ഇവർ തീരുമാനമെടുത്തിരുന്നു. ഈസ്റ്ററിന് തൊട്ടു മുൻപാണ് ബിൻസി നാട്ടിൽ വന്ന് കുവൈറ്റിലേക്ക് തിരിച്ചുപോയത്. എന്നാൽ സൂരജ് ഈസ്റ്റർ കഴിഞ്ഞു. പരസ്പരം നല്ല ഐക്യത്തിലായിരുന്നു ഇവർ താമസിച്ചു പോകുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള മെഡിക്കൽ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. സംഭവ ദിവസം ഇവർ തമ്മിൽ തർക്കിച്ചിരുന്നതായി അയൽക്കാരും പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇരുവരുടെയും കൈകളിലും കത്തിയും ഉണ്ടായിരുന്നു. നിലവിൽ മരണം സംബന്ധിച്ച് കുവൈറ്റ് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇവർക്ക് 2 കുട്ടികളാണുള്ളത്. കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് താമസം. കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് സൂരജ് നേഴ്സായി ജോലി ചെയ്യുന്നത്. ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലും. ഇന്ന് കുവൈറ്റിൽ അവധിയായതിനാൽ പോസ്റ്റ്മോർട്ടം നാളെ നടക്കുമെന്നാണ് കരുതുന്നത്. മൃതദേഹം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നാട്ടിൽ എത്തിക്കാനാണ് സാധ്യത.